നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം, അതായത് 13നും 24നും ഇടയിലുള്ള പ്രായം, ഒരു ദിശാബോധവുമില്ലാതെ നിങ്ങൾ വെറുതെ പാഴാക്കുകയാണോ? കൂട്ടുകാർ എന്തു വിചാരിക്കും, വീട്ടുകാർ എന്തു പറയുമെന്നോർത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നുണ്ടോ? ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശൂന്യതയും ആശയക്കുഴപ്പവും തോന്നുന്നുണ്ടോ? എങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. കാരണം ഈ പ്രായത്തിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന, എന്നാൽ ആരും തിരിച്ചറിയാത്ത, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഒരു സാധാരണ ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താരീതിയെയും ഭാവിയെയും പൂർണ്ണമായി മാറ്റാൻ കഴിവുള്ള 7 ശക്തമായ രഹസ്യ നിയമങ്ങളാണ്. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ കൂടുതൽ സന്തോഷവാനും സ്മാർട്ടും ജീവിത വിജയം നേടിയ വ്യക്തിയുമായി മാറും എന്നത് ഉറപ്പാണ്. ഒന്നാമത്തെ രഹസ്യം: നിങ്ങളുടെ സുവർണകാലം പാഴാക്കരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ പ്രൈം ഇയേഴ്സ്. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിരോധാഭാസമുണ്ട്. 20കളിൽ നമുക്ക് ധാരാളം സമയവും അതിലേറെ ഊർജവും ഉണ്ടാകും, പക്ഷെ കയ്യിൽ പണമില്ല. 40കളിൽ എത്തുമ്പോൾ പണമുണ്ടാകും, പക്ഷേ കുടുംബവും ജോലിയുമായി സമയം തീരെ കിട്ടില്ല. അവിടെ 25 വയസ്സ് വരെയാണ് നമ്മുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ CEO, ഏറ്റവും കൂടുതൽ വികസിക്കുന്നത്. പ്ലാനിംഗ്, തീരുമാനങ്ങൾ എടുക്കുക, സെൽഫ് കൺട്രോൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു കളിമണ്ണ് പോലെയാണ്, എങ്ങനെ വേണമെങ്കിലും രൂപപ്പെടുത്താം. ഈ സമയത്ത് നിങ്ങൾ വ്യായാമം, വായന പോലുള്ള നല്ല ശീലങ്ങൾ, പ്രൊഡക്റ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുത്താൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും. എന്നാൽ ഇതേ സമയത്ത് നിങ്ങൾ മടി, സോഷ്യൽ മീഡിയ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ പെട്ടുപോയാൽ തലച്ചോറ് ആ വഴിക്ക് അങ്ങ് ഉറച്ചു പോകും. പിന്നീട് ആ ശീലം മാറ്റുന്നത് പാറ പൊട്ടിക്കുന്നത് പോലെ കഠിനമായിരിക്കും. രണ്ടാമത്തെ രഹസ്യം: മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതിരിക്കുക. ഒരു പ്രശസ്തനായ ചിന്തകൻ പറഞ്ഞതുപോലെ, ഇല്ലാത്ത പ്രശസ്തി നഷ്ടപ്പെടുമോ എന്ന ഭയന്നാണ് ചെറുപ്പക്കാർ ജീവിക്കുന്നത്. ഒന്ന് ആത്മാർത്ഥമായി സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങളിപ്പോൾ ആരാണ്? നിങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുടുംബ ചടങ്ങിൽ വെച്ച് ബന്ധുക്കൾ "നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്" എന്ന് ചോദിക്കുമ്പോഴോ, നിങ്ങൾ തുടങ്ങിയ പുതിയൊരു കാര്യത്തെക്കുറിച്ച് കൂട്ടുകാർ കളിയാക്കുമ്പോഴോ നിങ്ങൾ തളർന്നു പോകാറുണ്ടോ? ജീവിതത്തിൽ കാര്യമായി ഒന്നും നേടാത്ത ഈ പ്രായത്തിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്നോർത്ത് എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ഭയക്കുന്നത്? സൈക്കോളജിയിൽ ഇതിനെ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്താലും എല്ലാവരും നമ്മളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ. സത്യത്തിൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ തിരക്കിലാണ്. നിങ്ങളുടെ ജീവിതം അവരുടെ ചിന്തയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ആളുകൾ എന്ത് ചിന്തിക്കും എന്നത് അവരുടെ കാര്യം. ഇത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും ഉപയോഗിക്കേണ്ട സമയമാണ്. ലളിതമായ ഒരു നിയമം ഓർമ്മിക്കുക: നിങ്ങൾ സാമ്പത്തിക ഉപദേശം ഒരു പാപ്പരായ വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത, വിജയിക്കാത്ത ആളുകളിൽ നിന്ന് ജീവിതോപദേശവും സ്വീകരിക്കരുത്. മൂന്നാമത്തെ രഹസ്യം: ശാരീരികമായി ശക്തനാവുക. ഗെറ്റ് ഫിസിക്കലി സ്ട്രോങ്ങർ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾ പറയാൻ പോകുന്നത് അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല ആരോഗ്യമുണ്ടാകുന്നത് നല്ലതാണ്, പക്ഷേ ശക്തമായൊരു ശരീരമുണ്ടാകുന്നത് അതിനേക്കാൾ മികച്ചതാണ്. ശക്തി എന്നത് വെറും മസിൽ മാത്രമല്ല, അതൊരു മാനസിക അവസ്ഥയാണ്. ഒരു പുരുഷൻ എന്ന നിലയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ശാരീരികമായ ശക്തിയുടെ പാരമ്യത്തിൽ നിങ്ങൾ എത്തിയിരിക്കണം. അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സിക്സ് പാക്ക് ഉണ്ടാക്കാനോ മസിൽ വളർത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വേഗത്തിലും ഭംഗിയിലും അത് സാധ്യമാക്കും. ശക്തമായൊരു ശരീരം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നിങ്ങളുടെ നടത്തത്തിലും സംസാരത്തിലും നിൽക്കുന്ന രീതിയിലും ആ മാറ്റം കാണാം. ജിമ്മിൽ പോയി ഭാരം ഉയർത്തുന്ന ഓരോ നിമിഷവും നിങ്ങൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും ശക്തനാവുകയാണ്. ആ ഒരു റെപ്പ് കൂടിയെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ മനോധൈര്യം, ആ അച്ചടക്കം നിങ്ങളുടെ പഠനത്തിലും ജോലിയിലും പ്രതിഫലിക്കും. ജിമ്മിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ പുഷപ്പ്, സ്ക്വാട്സ് പോലുള്ള വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ശരീരം മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറും. നാലാമത്തെ രഹസ്യം: നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. കൺട്രോൾ യുവർ എനർജി. ശ്രദ്ധിക്കുക, ഇതൊരു ധാർമ്മിക പ്രസംഗമല്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന, നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഊർജം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ വിശകലനമാണ്. നിങ്ങളുടെ ഫോക്കസും വിൽ പവറും ഒരു ബക്കറ്റിലെ വെള്ളം പോലെയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഓരോ തവണ അനാവശ്യമായി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴും, പോൺ കാണുമ്പോഴും, മറ്റ് വില കുറഞ്ഞ ആനന്ദങ്ങൾ തേടി പോകുമ്പോഴും നിങ്ങൾ ആ ബക്കറ്റിൽ ഓരോ ദ്വാരങ്ങളിടുകയാണ്. ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ഊർജം മുഴുവൻ ഈ ദ്വാരങ്ങളിലൂടെ ചോർന്നു പോകും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയുന്നത്
പോൺ അഡിക്ഷൻ തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റത്തിന് വരുത്തിവെക്കുന്ന ദോഷം ഡ്രഗ് അഡിക്ഷന് തുല്യമാണെന്നാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ ലൈംഗികമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ഫോക്കസും എനർജിയും മറ്റുള്ളവരെക്കാൾ 10 മടങ്ങ് വർദ്ധിക്കും. ഒരു അത്ലറ്റോ ഒരു സിഇഒയോ അവരുടെ ഊർജം പാഴാക്കാൻ തയ്യാറാകില്ല. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഊർജം സംരക്ഷിക്കാൻ പഠിക്കണം. ഇതിനൊരു വഴിയാണ് ഡോപ്പമിൻ ഡീടോക്സ്. കുറച്ചുനാളത്തേക്ക് ഇത്തരം വില കുറഞ്ഞ ആനന്ദങ്ങളിൽ നിന്ന് മാറി നിന്ന് നിങ്ങളുടെ തലച്ചോറിനെ റീസെറ്റ് ചെയ്യുക. അപ്പോൾ പുസ്തകം വായിക്കുന്നതിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. 5ാമത്തെ രഹസ്യം: പുറകെ നടക്കരുത്, പകരം മനസ്സിലാക്കുക. ഈ പ്രായത്തിൽ ഒരു പങ്കാളി വേണമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിനുവേണ്ടി പെൺകുട്ടികളുടെ പുറകെ നടന്ന് ഡെസ്പറേറ്റായി മെസ്സേജ് അയച്ച് നിങ്ങളുടെ വിലയേറിയ സമയവും ആത്മവിശ്വാസവും നശിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ഈ ചേസിംഗ് മനോഭാവം നിങ്ങളെ വില കുറഞ്ഞവനാക്കി മാറ്റുകയേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പെൺകുട്ടികളെ ചേസ് ചെയ്യാനല്ല, മറിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുമായി സംസാരിക്കുക, ഇടപഴകുക. പക്ഷേ എങ്ങനെയെങ്കിലും ഇവളെ എൻ്റെ ഗേൾഫ്രണ്ട് ആക്കണം എന്ന ചിന്തയോടെയല്ല, മറിച്ച് സ്ത്രീകളുടെ മനഃശാസ്ത്രം, ഫീമെയിൽ സൈക്കോളജി മനസ്സിലാക്കാൻ എന്ന ഉദ്ദേശത്തോടെയാവണം. അവർ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ സ്വപ്നങ്ങൾ എന്താണ്, ഭയങ്ങൾ എന്താണ് എന്നൊക്കെ ആത്മാർത്ഥമായി ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെ ഒരു ഒബ്ജക്റ്റായി കാണാതെ നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു വ്യക്തിയായി കാണുക. ഇതാണ് യഥാർത്ഥ ആകർഷണമുണ്ടാക്കുന്നത്. ഇത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കും. 6ാമത്തെ രഹസ്യം: നിങ്ങളെ തന്നെ വളരെ സീരിയസായി കാണരുത്. ചില വസ്തുക്കൾ സമ്മർദ്ദത്തിൽ പൊട്ടിപ്പോകും, ചിലത് സമ്മർദ്ദത്തെ ചെറുത്തു നിൽക്കും. എന്നാൽ ഏറ്റവും മികച്ചവ സമ്മർദ്ദത്തിൽ നിന്ന് കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ഈഗോ ആന്റി ഫ്രജൈലായിരിക്കണം. ഈ പ്രായത്തിൽ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് വരാനും ആരെങ്കിലും കളിയാക്കുമ്പോഴോ വിമർശിക്കുമ്പോഴോ ഈഗോ ഹേർട്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ പറ്റിയ തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ സീരിയസ് ആയ വ്യക്തി ദേഷ്യപ്പെടും. എന്നാൽ ചില്ലായ വ്യക്തി പറയും, അത് ചൂണ്ടിക്കാണിച്ചതിന് നന്ദി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിൽ ആരെയാണ് ആളുകൾ കൂടുതൽ ബഹുമാനിക്കുക? എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇമേജ്, അഭിമാനം, ഈഗോ എന്നിവയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വളരെ ബോറിംഗ് ആയ ഒരാളായി മാറും. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ മടി തോന്നും. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കാൻ പഠിക്കുക. തമാശകൾ പറയാനും കേൾക്കാനും പഠിക്കുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും എത്രത്തോളം സീരിയസ് ആയി കാണുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം സീരിയസ് ആയി തുടരും. 7ാമത്തെ രഹസ്യം: പണത്തിന്റെ പുറകെ ഓടരുത്, പകരം പണത്തെ ആകർഷിക്കുക. ഓരോ ചെറിയ അവസരങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു വേട്ടക്കാരനാകരുത് നിങ്ങൾ. മറിച്ച് അവസരങ്ങളെയും പണത്തെയും നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു കാന്തമായി മാറുക. ഈ പ്രായത്തിൽ ഗെയിമിങ്ങിലൂടെയോ ക്രിപ്റ്റോയിലൂടെയോ മറ്റെന്തെങ്കിലും കുറുക്കുവഴികളിലൂടെയോ പെട്ടെന്ന് പണമുണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. പക്ഷെ അതെല്ലാം കുറച്ചുകാലം മാത്രം നിലനിൽക്കുന്ന കിണികളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിക്കും സമ്പന്നനാകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ: നിങ്ങളുടെ കഴിവുകൾ, സ്കിൽസ്, മൂല്യം, വാല്യൂ വർദ്ധിപ്പിക്കുക. ഒന്നോർക്കുക, പണം ആരെയും പിന്തുടരുന്നില്ല, പണം മൂല്യത്തെയാണ് പിന്തുടരുന്നത്. മണി ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് വാല്യൂ ക്രിയേഷൻ. നിങ്ങൾക്ക് ഉയർന്ന വിലയുള്ള ഒരു കഴിവ്, ഹൈ വാല്യൂ സ്കിൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് കോഡിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, സെയിൽസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി. അതിലൊന്ന് തിരഞ്ഞെടുത്ത് അടുത്ത 1-2 വർഷം അതിൽ മാസ്റ്റർ ആകാൻ ശ്രമിക്കുക. നിങ്ങൾ സമൂഹത്തിന് എന്ത് മൂല്യം നൽകുന്നുവോ അതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങളെ തേടി വരും. അതാണ് പ്രപഞ്ച നിയമം. ഈ 7 നിയമങ്ങൾ കേവലം വാക്കുകളല്ല, അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള താക്കോലുകളാണ്. ഇതിൽ ഓരോന്നും നിങ്ങളുടെ ചിന്താരീതിയെ മാറ്റാൻ സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ മാറ്റമാണ് പുറമേയുള്ള വലിയ വിജയങ്ങൾക്ക് ആധാരം. നിങ്ങൾ മാറാൻ തയ്യാറായാൽ നിങ്ങളുടെ ലോകവും മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മികച്ച വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ഈ 7 നിയമങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും പ്രയാസമുള്ളതായി തോന്നുന്നത്? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.